പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം ഈ മണിക്കൂറിൽ വരുന്ന വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കുരുക്കായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രം പുറത്ത്. മൊമന്റോ കൊടുക്കാൻ പോയതെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് MP ആന്റോ ആന്റണി എന്നിവരെ SIT ചോദ്യം ചെയ്യും. പ്രതികൾ മൊഴിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്ന് VSCയിലെ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിനായി വീട്ടിൽ ഒരു തവണ മാത്രം പോയി എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത്. എന്നാൽ സന്ദർശനം ഒരു വട്ടം മാത്രമല്ലെന്ന് ഇന്ന് പുറത്തുവന്ന ചിത്രം വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രമാണ് ഇത്. ചിത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ: പോറ്റിയുടെ സഹോദരി മകളാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒരു മൊമെന്റോ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് അതിങ്ങനെ പ്രസിദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 15,000 വീടുകളിലെങ്കിലും പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജയിച്ചെന്നൊക്കെ പറയുന്നതായിട്ട് കുട്ടികൾക്ക് മൊമെന്റോ കൊടുത്തിട്ടുണ്ട്. ഞാന് ഏതെങ്കിലും ഒരു കുട്ടി ജയിച്ചെന്നറിഞ്ഞാൽ ഒരു മൊമെന്റോയുമായി കൃത്യമായിട്ടാണ് വീട്ടിൽ പോയിരിക്കും. കുട്ടികൾ ജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാൻ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനും SIT നീക്കമുണ്ട്. ചുമ്മാ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ചോദിച്ചോട്ടെ. ഇതിനിടെ SIT അന്വേഷണത്തെ വിമർശിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തി. SITയെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും തന്നെ ചോദ്യം ചെയ്യുകയല്ല മൊഴിയെടുക്കുകയാണ് ചെയ്തതെന്നും അടൂർ പ്രകാശ്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്നലെ സമയം കണ്ടെത്തി അവിടെ പോയത്. ആ സമയം കണ്ടെത്തി പോയി അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ നൽകിയ മൊഴി തെറ്റെന്ന് തെളിയിക്കുന്നതാണ് VSSCയിലെ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം. പ്രതികൾ മൊഴി നൽകിയതിനേക്കാൾ സ്വർണം കവർന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുൾപ്പെടെ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാൻ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടും. 24 തിരുവനന്തപുരം. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ED. ആന്റോ ആന്റണിക്ക് 2019 2 കോടി കൈമാറിയെന്ന് ധനകാര്യ സ്ഥാപന ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. പണം എന്തിനു ഉപയോഗിച്ചെന്ന് വ്യക്തമാക്കണമെന്ന് CPIയും BJPയും ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ഗിമ്മിക്കെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. ആന്റോ ആന്റണി MPക്ക് ഒരു ഈടുമില്ലാതെ 2 കോടി കൈമാറിയെന്നായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. ഇതിനു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് ആന്റോ ആന്റണി എത്തുന്നത്. കൈമാറിയ തുക തട്ടിപ്പിലൂടെ ലഭിച്ചതാണോ എന്ന അന്വേഷണമാണ് ED നടത്തുക. NM രാജുവിനെ ചോദ്യം ചെയ്ത ശേഷമാകും MPയെ നോട്ടീസ് നൽകി വിളിപ്പിക്കുക. ആന്റോ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. 2 കോടി രൂപ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആന്റോ ആന്റണിയാണ്. കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടില്ലാണ്ടാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ്. മടക്കി കൊടുത്തതും അക്കൗണ്ട് സംവിധാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി NM രാജുവിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണം. ആന്റോ ആന്റണിയുടെ ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകൾ പരിശോധിക്കണമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും തീരുമാനമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തിനാണ് 2 കോടി രൂപ എന്ന ചോദ്യവുമായി BJP നേതാവ് K സുരേന്ദ്രനും രംഗത്തെത്തി. പാർലമെന്റ് മത്സരിക്കാൻ 90 ലക്ഷം രൂപയാണ്. ഞാനും ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 90 ലക്ഷം രൂപയാണ് ചെലവഴിക്കാൻ അന്ന് അധികാരം ഉണ്ടായിരുന്നത്. ഈ 2.5 കോടി എന്തിനു ചെലവഴിച്ചു? അതേസമയം രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് പുതിയ കാര്യമല്ലല്ലോ എന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയക്കാർക്കെതിരെ ആരോപണം വരുമല്ലോ, അത് പുതിയ കാര്യമല്ലല്ലോ. അത് നല്ലതാ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ NM രാജുവിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. 24 കൊച്ചി. ഇന്ത്യ-US വ്യാപാര കരാറിൽ വിശദീകരണവുമായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ ആത്യന്തികമായി കർഷകരെ സഹായിക്കും. അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പ്രശ്നമുണ്ടാകില്ലെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി വിശദീകരിച്ചു.
അതിനിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിന്മാറുന്നതായി വിവരം. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തെ കർഷകർക്ക് പുത്തൻ സാധ്യതകൾക്ക് ഇടമൊരുക്കുമെന്ന വിശദീകരണമാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റേത്. ഇതിനോടകം $55 ബില്യൺ കാർഷിക മത്സ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. US വിപണി ഇന്ത്യൻ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രി. If you will read the joint statement, it says India intends to purchase $500 billion of US energy products. If in the next 5 years we don't grow rapidly, how will we ever achieve $30 trillion economy? And we are convinced that for the next 20-25 years, India will be the fastest growing large economy on the earth. 2 പേജുള്ള രേഖയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്നും സംയുക്ത പ്രസ്താവനയെക്കുറിച്ച് പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. UPA കാലത്തെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ ദോഷകരമായി ബാധിച്ചുവെന്നും വാണിജ്യമന്ത്രിയുടെ വിമർശനം. ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് കമ്പനികളുടെ പിന്മാറ്റം. മാർച്ചിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത റഷ്യൻ എണ്ണ വിതരണം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുമാണ് വിവരം. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയോ എന്നതിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇന്ത്യ US വ്യാപാര കരാർ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോയും വിമർശിച്ചു. 24 ഡൽഹി. സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് സമസ്ത കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത വിട്ടവർ പ്രശ്നം പരിഹരിച്ച് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. കാന്തപുരം വിഭാഗത്തെ പേര് പറയാതെയാണ് സ്വാഗതം ചെയ്തത്. കാസർഗോഡ് സമസ്ത 100ാം വാർഷിക സമ്മേളന സമാപനത്തിലായിരുന്നു ഐക്യാഹ്വാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടു നിർത്തപ്പെടുകയോ ചെയ്തതായ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഘടനയുമായും കൊണ്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് വിട്ടു നിർത്തിയത് അത് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് അവർ തിരിച്ചു വരണം എന്നാണ് അവരോടും പറയാനുള്ളത്. വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെ. വർഗീയതയ്ക്കെതിരായ സമസ്തയുടെ നിലപാട് സാമൂഹ്യ പ്രസക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ വൈവിധ്യം തകർക്കുകയാണെന്നും ഒന്നിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു. ഇന്ത്യയുടെ ബഹുമത ഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുവെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. വോട്ടുത്സവം. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കടന്നാക്രമിച്ച CPM. കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് VD സതീശനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തന്റെ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPM നേതാവ് AK ബാലനും രംഗത്തെത്തി. അതാ പറയുന്നത് 40 കൊല്ലം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം പറയാണ്. നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ VD സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്. നുണരോഗം. കോലിബി സഖ്യാണ് മുമ്പ്. ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ കോലിബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്തെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന VD സതീശന്റെ പ്രതികരണത്തിലാണ് CPIM രംഗത്തെത്തിയത്. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ മറുപടിയുമായെത്തി. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അങ്ങനെയല്ലെന്നും AK ബാലൻ. എല്ലാ പാർട്ടി മെമ്പർമാരും മനുഭാവികളും വർഗഭോജന സംഘടനകളും
രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്നുവെന്നാണ് BJP വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരണം നേടാനാണ് UDFന്റെ നീക്കമെന്നും BJP നേതാവ് K. സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. VD സതീശന്റെ ജമാഅത്തെ പരാമർശത്തിൽ മറ്റ് UDF നേതാക്കൾ പ്രതികരിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അടുത്ത തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കാൻ തിരുവനന്തപുരത്ത് ജനങ്ങൾ തുടക്കമിട്ടു. ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസം അവസാനിച്ചെന്നും അമിത്ഷാ ഛത്തീസ്ഗഡിൽ പറഞ്ഞു. डेमोक्रेटिक पॉलिटिक्स में बचे भी नहीं है, दूरबीन लेकर देखने पड़ते हैं. ये केरल बचा है, ये भी इस बार समाप्त हो जाएगा तो वैसे ही जनता ही कर देगी. त्रिपुरा में नहीं बचे, बंगाल में नहीं बचे, केरल थोड़ा बचा है, मगर वहां पर भी त्रिवेंद्रम में जनता ने शुरुआत कर दी है. CPM-നെ കടന്നാക്രമിച്ച് BJP അംഗത്വം സ്വീകരിച്ച ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പണമാണ് ഇടുക്കിയിലെ CPM നേതാക്കൾ ദൂർത്തടിക്കുന്നതെന്നാണ് ആരോപണം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച ശേഷമായിരുന്നു മൂന്നാറിൽ S. രാജേന്ദ്രന്റെ പ്രതികരണം. നാലു പതിറ്റാണ്ട് നീണ്ട CPIM ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് S. രാജേന്ദ്രന്റെ വിമർശനം. കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ CPIM തന്നെ വിലക്കി. താൻ സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണെന്നും മൂന്നാറിലെ CPIM നേതാക്കളുടെ സ്വത്ത് ED പരിശോധിക്കണമെന്നും S. രാജേന്ദ്രൻ. 40 ஆண்டு காலத்திற்கு பிறகு எனது சம்பாத்தியம் என்ன என்று பொதுமக்களினுடைய சோசியல் ஆடிட்டில் இருக்கிறது. அதே போன்று ஒரு பதவியிலும் இல்லாத கட்சி தலைவர்கள் இந்த 40 ஆண்டு காலத்தில் அவர்களுடைய செல்வாக்கும் சொத்தும் என்ன என்று சோசியல் ஆடிட் இருக்கின்றது. இவை இரண்டையும் சவாலாக நமது மதிப்பிற்குரிய மாநில தலைவர் அவர்களோடு நாங்கள் இதுவரை எதுவும் எங்களுக்காக கேட்கவில்லை, ஆனால் ED வர வேண்டும் என்று நான் இப்போது கோரிக்கை வைக்கின்றேன். നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ശക്തി തെളിയിക്കാനാണ് BJPയുടെ നീക്കം. തീരുമാനിക്കേണ്ട ഞാനാണെങ്കിൽ ഞാൻ 100% ഇന്ന് ഉറപ്പ് തരുന്നു അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. അത് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ. ഒരാഴ്ച മുൻപ് തോട്ടം തൊഴിലാളികളെ ലക്ഷ്യമിട്ട് മൂന്നാറിൽ BJP നിയന്ത്രണത്തിലുള്ള സഹകരണ സൊസൈറ്റിയുടെ ബ്രാഞ്ച് തുറന്നിരുന്നു. 24 ഇടുക്കി. NSS നിസ്സഹരണത്തിനു പിന്നാലെ ഐക്യനീക്കം ഉപേക്ഷിച്ച് SNDP യോഗം. ഐക്യം ഇപ്പോൾ വിഷയമല്ലെന്ന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. മൂന്നാമതും LDF അധികാരത്തിൽ വരാൻ സാധ്യതയെന്നും BJPക്ക് വോട്ട് ശതമാനം കൂടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിനൊന്നും മറുപടി ഇപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാധ്യമ വിചാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധ്യത നല്ലതുപോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ അവസാന രൂപവും ഭാവവും സ്ഥാനാർത്ഥി നിർണ്ണയവും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു എങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം, അതുപോലെ ഓരോ പാർട്ടികളും അതിനകത്തുള്ള പങ്കാളിത്തങ്ങൾ ഇതൊക്കെ കൂടെ മനസ്സിലാക്കിയ ശേഷമേ നമുക്കൊരു അഭിപ്രായം പറയാനുള്ളൂ. പക്ഷെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെയുണ്ട്. JB കോശി റിപ്പോർട്ടിന്റെ തൽസ്ഥിതി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്ന് മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ പറഞ്ഞു. 131ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത. കോഴഞ്ചേരിയിലെ പമ്പ മണൽ തീരത്ത് 100 കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയാണ് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. കോഴഞ്ചേരിയിലെ പമ്പ മണൽ തീരത്തിനി ഒരാഴ്ചക്കാലം വചന പ്രഘോഷണത്തിന്റെ ദിനരാത്രങ്ങളാണ്.
പരമ്പരാഗത ശൈലിയിൽ തയ്യാറാക്കിയ ഓലപ്പന്തലിൽ 1,00,000 പേർക്കിരിക്കാം. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സമർപ്പിച്ച JB കോശി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. രാജ്യത്ത് ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളടക്കം ഉദ്ഘാടന പ്രസംഗത്തിൽ മെത്രാപ്പൊലീത്ത പരാമർശിച്ചു. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് JB കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും അടക്കമുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സഭയിലെ മെത്രാപ്പൊലീത്തമാർക്ക് പുറമെ അമേരിക്കയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമുള്ള വൈദികരുമുണ്ട്. 24 പത്തനംതിട്ട. തൃശൂർ മുപ്ലിയത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. +1 വിദ്യാർത്ഥിയായ എബിൻ ആണ് മരിച്ചത്. വിവരങ്ങളുമായി ശ്രീജിത്ത് സുകുമാരൻ കൂടി ചേർന്നുണ്ട്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കുട്ടികൾ, ഒരു സംഘമായിരുന്നു, അവർ കുളിക്കാൻ വേണ്ടി ഈ പുഴയിലേക്ക് ഇറങ്ങിയത്. എന്തായാലും ഈ പുഴയിൽ ഇറങ്ങി അതിനുശേഷം ഈ കുട്ടി മാത്രം, എബിൻ എന്ന ആ 14കാരൻ മാത്രം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ശേഷം കുട്ടികൾ വലിയ ബഹളം വെച്ചു. നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് ഈ എബിൻ. പുതുക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇരിഞ്ഞാലക്കുടയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് സുകുമാരനാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹിയിൽ 3 പേർ കാറിനുള്ളിൽ മരിച്ച നിലയിൽ ഒരു സ്ത്രീയുടെയും 2 പുരുഷന്മാരുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി PR അരവിന്ദ് കൂടി ചേർന്നുണ്ട്. അരവിന്ദ്, എപ്പോഴായിരുന്നു ഇങ്ങനെ കാറിൽ മൃതദേഹം കണ്ടെത്തിയത്? ഇപ്പോൾ ആത്മഹത്യയാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കാറിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡൽഹിയിലെ പശ്ചിമ ബിഹാറിലായിരുന്ന ഈ സംഭവം. ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ 2 പുരുഷന്മാരുടെയും മൃതദേഹം കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവുക. എന്തായാലും 62 വയസ്സുകാരനായ രൺധീർ, 42 വയസ്സുകാരനായ ശിവ് നരേഷ്, അതുപോലെ തന്നെ 40 വയസ്സായ ലക്ഷ്മി എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടത്തുകയാണെന്നും എന്താണ് യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണമെന്ന് കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ 3 പേർ കാറിനുള്ളിൽ മരിച്ച നിലയിൽ ഒരു സ്ത്രീയുടെയും 2 പുരുഷന്മാരുടെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. PR അരവിന്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടാരക്കര പുത്തൂരിൽ വൈദ്യുതാഘാതമേറ്റ് ഒരാൾ മരിച്ചു. പത്തനംതിട്ട സ്വദേശി സുജിത്താണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സൂര്യഗായത്രി കൂടി ചേർന്നുണ്ട്. സൂര്യഗായത്രി, എപ്പോഴായിരുന്നു അപകടം? രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. പുത്തൂർ ചെറുമങ്ങാട് മൈക്ക് ഓപ്പറേറ്റർ ആണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ആനയടി സ്വദേശി സുജിത്ത് 37 വയസ്സായിരുന്നു. പുത്തൂർ ചേരിയൽ ദേവീക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ട്യൂബ് ഫിറ്റ് ചെയ്യാൻ വയർ വലിക്കുന്നതിനിടെയാണ് പോസ്റ്റിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വയറിൽ തട്ടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഉടൻ തന്നെ പുത്തൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള പണികൾ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായത്. ശരി, സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മത്സ്യവിഭവത്തോടുള്ള താൽപര്യം സൂചിപ്പിച്ച് നടത്തിയ പ്രതികരണത്തിൽ വിശദീകരണവുമായി CPI നേതാവ് C ദിവാകരൻ. തന്റെ പ്രതികരണം കൗതുകമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് ഇന്ന് നടത്തിയ പ്രതികരണം. CPI നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വസതിയിലൊരുക്കിയ ഉച്ചഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ട മീൻ വിഭവം ഇല്ലാത്തതിനാൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം C ദിവാകരൻ പറഞ്ഞത്. കറികളെല്ലാം വിളമ്പി ഈ മീൻ കൊണ്ടുവച്ച് മീന്, അപ്പോൾ അതിൽ വിരലിട്ട് അമർത്തിയത് വലിയ കഷ്ണമാണ്. അത് വറുത്തതാണ്. അമർത്തി എന്നോട് ഇത് എന്ത് മീനാണ്, എനിക്ക് അറിഞ്ഞുകൂടാതാണ്. അപ്പോൾ അവിടെ വിളമ്പിയാൽ തന്നെ ഞാൻ വിളിച്ചത് ഇതെന്ത് മീനാണ്. അപ്പോൾ അവൻ്റെ ചെവി പറഞ്ഞത് ചൂരയാണ്. ചൂര വന്നിട്ട് കൊള്ളാത്തില്ല. VS പക്ഷക്കാരനായ CPI നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വസതിയിലൊരുക്കിയ ഉച്ചഭക്ഷണത്തിലെ ചൂരമീൻ ഇഷ്ടപ്പെടാതെ പിണറായി വിജയൻ ഇറങ്ങിപ്പോയെന്നായിരുന്നു C ദിവാകരൻ പറഞ്ഞത്.
പ്രതികരണം വിവാദമായതോടെ വിശദീകരണവുമായി സി ദിവാകരൻ രംഗത്തെത്തി. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല. എ ക്ലാസ് മീൻ പരാമർശത്തിൽ സി ദിവാകരനെ തള്ളിയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. മത്സ്യം എന്തായാലും എ ഗ്രേഡും ബി ഗ്രേഡും സി ഗ്രേഡും എന്നൊന്നും തിരിച്ചിട്ട് അത് വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെയും ഭക്ഷണ രുചിയെ സംബന്ധിച്ചിടത്തോളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. സി ദിവാകരന് എന്താ ഓർമ്മപ്പശോലാണെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും സന്തോഷത്തോടെ യാത്ര പറഞ്ഞാണ് മടങ്ങിയതെന്നും ആനത്തലവട്ടം ആനന്ദന്റെ മകൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് DCPയുടെ റിപ്പോർട്ട്. അപകട വിവരം അറിഞ്ഞയുടൻ പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അപകട വിവരം പോലീസിനെ വിളിച്ചറിയിച്ചെന്ന മണിയൻപിള്ള രാജുവിന്റെ വാദം തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മണിയൻപിള്ള രാജു ഓടിച്ച കാറിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ മ്യൂസിയം പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണമുയർന്നത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പ്രഖ്യാപിച്ച അന്വേഷണത്തിലാണ് പോലീസിന് വീഴ്ചയില്ലെന്ന് കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് DCP സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉടൻ കൈമാറും. അപകടത്തിനു ശേഷം 2 തവണ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. ഈ സമയം വാഹനവും നടനും വീട്ടിലുണ്ടായിരുന്നില്ല. സ്വിച്ച് ഓഫായ മൊബൈൽ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാത്രിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് മ്യൂസിയം പോലീസിനെ വിളിച്ചറിയിച്ചെന്നുമുള്ള നടന്റെ വാദം തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് മണിയൻപിള്ള രാജു നേരിട്ട് വിളിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. അതേസമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നു എന്നതിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ പോലീസിന് ലഭിക്കും. ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീങ്ങുക. 24 തിരുവനന്തപുരം. ആം ആദ്മി പാർട്ടി ഡൽഹി അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് കസ്റ്റഡിയിൽ. ജനക്പുരിയിൽ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ മെഴുകുതിരി മാർച്ച് നടത്താൻ ശ്രമിക്കവെയാണ് കസ്റ്റഡിയിലെടുത്തത്. യുവാവിന്റെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ട് പോലീസ് കേസെടുത്തില്ലെന്ന് സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ യുവാവിന്റെ വീട്ടിലെത്തിയതാണെന്നും വിശദീകരണം. യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതിനു ശേഷം മുങ്ങിയ പ്രതികൾ 6 ദിവസം കഴിയുമ്പോഴും കാണാമറയത്ത്. ബാക്കി 4 പേർ ബംഗളൂരു. പത്തനംതിട്ട തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. 4 പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. അന്വേഷണ സംഘം ഉടൻ ബംഗളൂരുവിലെത്തും. ഇതിനിടെ സംസ്ഥാനത്തെ സ്പാകളിൽ അന്വേഷണം വേണമെന്ന് ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതിനു ശേഷം മുങ്ങിയ പ്രതികൾ 6 ദിവസം കഴിയുമ്പോഴും കാണാമറയത്ത്. ബാക്കി 4 പേർ ബംഗളൂരുവിലേക്ക് കടന്നതായി പോലീസിന് സൂചന ലഭിച്ചു. അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയേക്കും. 4 പ്രതികളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പരമാവധി വേഗം പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതിജീവിത സ്പായിലെ സഹപ്രവർത്തകയ്ക്കെതിരെ സംശയമുന്നയിച്ച കാര്യത്തിലും പോലീസ് അന്വേഷിക്കും. ഗുണ്ടകളുമായി സഹപ്രവർത്തകയ്ക്ക് അടുപ്പമുണ്ടെന്നായിരുന്നു അതിജീവിതയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം അതിജീവിതയുടെയും സ്ഥാപനത്തിന്റെ ഉടമയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. സ്പായുടെ മുൻകാല പ്രവർത്തനം സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കും. അതിനിടെ സംസ്ഥാനത്ത് സ്പാകൾ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നതായി ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തു. കൂണുകൾ പോലെ സ്പാകൾ വരുന്നതിന് പിന്നിൽ ക്രമക്കേടുണ്ടെന്നായിരുന്നു ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ചിലയിടങ്ങളിൽ ഗുണ്ടകളുടെ നിരന്തര സാന്നിധ്യമുണ്ടെന്നും പോലീസുകാർ ഒത്താശ ചെയ്യുന്നതായും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്പാകളെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. പോലീസുകാർ മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.